എപ്പോഴായിരുന്നു മന്ത്രി ഇത്തരത്തിലൊരു സംഭവം നടന്നത്? ഉച്ചയ്ക്കലാണെന്നാണ് പറയുന്നത്. കുട്ടികൾ വന്നതാണ് 9 ആള്. എവിടെ വെച്ച? കോയമ്പത്തൂർ. കോയമ്പത്തൂരുകാരാണ്. അവർക്ക് ഇതിൻ്റെ സ്ഥലമൊന്നും അറിയില്ലല്ലോ, അങ്ങനെ വന്ന് പെട്ടതാണെന്നാണ് പറയുന്നത്. എത്ര പേരുണ്ടായിരുന്നു? 9 പേര്. നിലവിൽ ഒരാളെ രക്ഷിച്ചു. ഒരാളെ രക്ഷിച്ചു. ഇനിയിപ്പോൾ ഇയാളുടെ സ്ഥിതി എവിടെയാണെന്ന് അറിയില്ലല്ലോ. ഇത്തരത്തിൽ ഒരു അപകട മേഖല കൂടിയാണല്ലോ ഇത്. അപകട മേഖലയല്ല, അറിയാത്തവർക്ക് ഇത് വളരെ കൊച്ചിരാജാവിൻ്റെ കാലത്ത് കെട്ടിയതാണിത്. അല്ലാണ്ട് അപകട മേഖലയല്ല, അത് മുന്നറിവൊക്കെ കൊടുക്കും. പക്ഷെ അവർക്കിത് അറിയാതെ വന്ന് പെട്ടതാണ് അവർ. എന്താണ് ഈ അടിപ്പാതയുടെ ഒരു രീതി എന്താണ്? അല്ല, അടിയിൽ ഇവിടെ ചെക്ക് ഡാം വേനൽക്കാലത്ത് ഇടും. വേനൽക്കാലത്ത് പലകിയിട്ട് ഇതിൽ ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ എല്ലാ ആവശ്യത്തിനും അതിൽ നിൽക്കുന്നതാണ്. അതിപ്പോൾ ഈ പാലം വന്നപ്പോൾ ശേഷം അങ്ങനെ ഒരാവശ്യം ഇതിൻ്റെ വരുന്നില്ല. പിന്നെ കനാലുകളൊക്കെ വന്നതുകൊണ്ട് ഈ ആവശ്യം തടയണയിട്ടിട്ട് ഇപ്പോൾ ഇട്ടാതെ തന്നെ ഇപ്പോൾ ഒഴുക്ക് നന്നായി നടത്തിക്കൊണ്ട് പോവുകയാണ്. ആ ഒഴുക്കിലാണ് ഇവർ പെട്ടത്, അറിയാണ്ട് പെട്ടതാണ്. ഇത്തരത്തിലൊരു അപകട മേഖലയിലാണ് വിദ്യാർത്ഥികൾ ഇറങ്ങിയത്. ഇവിടുത്തെയുള്ള നാട്ടുകാർക്കൊക്കെ ഇത് അറിയാലോ, ഈ സ്ഥിതി എന്താ അറിയാം. ഇത് പുറത്തുള്ളവരായതുകൊണ്ടാണ് അത് അറിയാതിരുന്നത്, ഇതിൻ്റെ ഒഴുക്ക് എന്താണെന്ന് അറിയാതിരുന്നത്. ഇവിടെ എന്തെങ്കിലും അപകട സൂചന ബോർഡുകളോ മറ്റോ സ്ഥാപിച്ചു? ഇല്ല, അതിപ്പോൾ തമിഴ് കുട്ടികളാണ്. ഇവിടെ എല്ലാവർക്കും അറിയാലോ ഇത്. അപകട സൂചന ഈ കേരളത്തിൽ മുഴുവൻ ആളുകൾക്ക്, തമിഴ്നാട്ടിലെ ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഇത് വളരെ ദൂരത്ത് നിന്ന് വന്ന കുട്ടികളായതുകൊണ്ടാണ് ഈ അബദ്ധം. നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത് ഇത്തരത്തിലൊരു മദ്യപിച്ചിട്ടാണ് വിദ്യാർത്ഥികൾ എത്തിയെന്നൊക്കെ ഒരു അതെനിക്കറിയില്ല. അറിയാത്ത കാര്യത്തിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ.